പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് നടപ്പിലാക്കുന്ന നോർക്ക കെയർ പ്ലസ് ഇൻഷുറൻസ് പോളിസി രജിസ്ട്രേഷന്റെ ഈരാറ്റുപേട്ടയിലെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ നിർവഹിച്ചു. ഈരാറ്റുപേട്ട മുനിസിപ്പൽ ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ഇ.ജി.എ പ്രവാസി സേവാ കേന്ദ്രത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ചീഫ് കോർഡിനേറ്റർ അബ്ദുറൌഫ് നദ്വി അധ്യക്ഷത വഹിച്ചു. കെ.എം. ജാഫർ ഈരാറ്റുപേട്ട, ഷാജി വലിയവീട്ടിൽ, എം.എ. ബഷീർ, ഹുസൈൻ അമ്പഴത്തിനാൽ, ഹസീബ് ജലാൽ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രവാസികൾക്കും മുൻ പ്രവാസികൾക്കും തങ്ങളുടെ വിവിധ രേഖകൾ ശരിയാക്കാൻ പ്രവാസി സേവാ കേന്ദ്രയുമായി ബന്ധപ്പെടാമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രവാസികളുടെ ക്ഷേമത്തിനായി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ രജിസ്ട്രേഷനും ആ ക്ഷേമ പദ്ധതിയിൽ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നതിനുമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 18 വരെ പ്രവാസികൾക്ക് പുതിയൊരു ഇൻഷുറൻസ് സ്കീമിൽ ചേരാനുള്ള അവസരം തുറന്നുകിട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടില് ഏതാണ്ട് 500-ലധികം പ്രവാസികൾ ഉണ്ടെന്നാണ് ഏതാണ്ടൊരു കണക്ക്. അവരെ ഇക്കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുകയും ഇതിന്റെ ഗുണഗണങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഈ മഹത്തായ പദ്ധതിയിൽ അവരെയൊക്കെ അംഗങ്ങളാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മളിപ്പോൾ ഇവിടെ നടത്താൻ പോകും. പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഈരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷൻ കുറേ വർഷങ്ങളായി ഈരാറ്റുപേട്ടയിൽ വളരെ മാതൃകാപരമായി തന്നെ പ്രവർത്തിച്ചു എന്നൊരു കാര്യം. ഇ.ജി.എ പെട്ടെന്ന് പബ്ലിക്കായിട്ടുള്ള സാധാരണ നാട്ടുകാരറിയുന്നത് നാട്ടിലെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കോർഡിനേഷൻ പെട്ടെന്ന് വരുത്തി ഗൾഫിൽ നിന്നും സഹായം എത്തിക്കുമ്പോഴാണ് എന്താണ് ഇ.ജി.എ എന്നുള്ള പേര് പലപ്പോഴും പബ്ലിക് അറിയാറുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ എനിക്ക് തോന്നുന്നു 1 വർഷം ആയി കാണും നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നും ധാരാളമായിട്ടുണ്ട്. കാലഘട്ടത്തിൽ വന്ന മാറ്റം അനുസരിച്ച് ജോലിയിലും അതിന്റെ പോക്കുവരവിലുമൊക്കെ വ്യത്യാസം വന്നു എന്ന് മാത്രം. പഴയതുപോലെ തന്നെ ഇന്നും നമ്മുടെ ധാരാളം ചെറുപ്പക്കാർ മുതിർന്നവരൊക്കെ ഇന്നും പ്രവാസികളായി ഗൾഫിൽ ജോലി ചെയ്യുന്നു. പ്രവാസി ജീവിതം നിർത്തി നാട്ടിൽ വന്ന് എന്തെങ്കിലും സ്വന്തം വരുമാനത്തിന് വേണ്ടി ജീവിതമാർഗം മുന്നോട്ട് പോകുന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഗ്ലോബൽ അസോസിയേഷന്റെ സംവിധാനം നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്നിവിടെ ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടി ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ഉദ്ഘാടനം അതിന്റെ ഉദ്ഘാടനമാണ് ഇൻഷുറൻസ് സ്കീമിന്റെ ഉദ്ഘാടനമാണ് നമ്മളിവിടെ നടത്തപ്പെടുന്നത്. അപ്പൊ ഇവിടെ റോഫുസാ സൂചിപ്പിച്ചതുപോലെ 500-ലധികം പ്രവാസികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് കണക്ക്. പക്ഷെ ഇത് പ്രവാസികളായ ആളുകളെ അറിയിക്കുന്ന കാര്യത്തിൽ നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ വേണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്നുള്ളത് അറിയിപ്പ് കൊടുക്കാം. പ്രത്യേകിച്ച് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ കുറച്ച് നമ്മുടെ നഗരസഭയുടെ സോഷ്യൽ മീഡിയ പേജുകൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അത് ആളുകൾ ശ്രദ്ധിക്കും. അപ്പൊ അത്തരത്തിലുള്ളൊരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഇ.ജി.എ ഏറ്റവും ഒടുവിൽ നാട്ടിലുണ്ടായ ഒരു മഴക്കെടുതി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ മഴക്കെടുതി ഏറ്റവും നന്നായി സഹകരിച്ച ഒരു ഗ്രൂപ്പാണ് ഇ.ജി.എ. ഈരാറ്റുപേട്ടയിലെ റെസ്ക്യൂ ടീമുകൾക്ക് അവർക്ക് ആവശ്യത്തിനുള്ള രക്ഷാപ്രവർത്തനമുള്ള ടൂൾസ് വിതരണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും തീക്കോയി മേശരിപ്പടി അടക്കമുള്ള പ്രദേശങ്ങളിലെ അവരുടെ പുനരധിവാസത്തിനുള്ള വീട്ടുപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വളരെ മാതൃകാപരമായിട്ടൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇ.ജി.എക്ക് സാധിച്ചു.
ഈ അവസരത്തിൽ ഏറ്റവും നന്ദിയോടുകൂടി ഞാൻ അതിനെ ഓർക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ചെറുതും വലുതുമായി സംഖ്യകൾ പണം തന്ന ആളുകൾക്കെല്ലാം അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അതോടൊപ്പം നമുക്കറിയാം, മഴക്കെടുതി ഈരാറ്റുപേട്ടയിൽ വന്നു. സാധാരണ ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു നാടാണ് ഈരാറ്റുപേട്ട. ആരൊക്കെ എന്തൊക്കെ ഗൂഢ ഉദ്ദേശത്തോടുകൂടി ഈ നാടിനെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുമ്പോഴും പച്ച നുണകൾ പ്രചരിപ്പിക്കുമ്പോഴും ഈ നാട് എല്ലാത്തിനും ഒറ്റക്കെട്ടാണ് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ മഴക്കെടുതി. കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിൽ നടന്ന ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മീറ്റിംഗിലാണെങ്കിലും ഓരോ പ്രോഗ്രാമും ഇന്നിപ്പം ദക്ഷിണ കേരള ജമിയത്തുലമായുടെ കൊടിയൂർ ഉത്സവം അടക്കമുള്ള ആളുകൾ വന്ന് പങ്കെടുത്ത മീറ്റിംഗിലാണെങ്കിലും ഇന്നിപ്പോൾ 5 മണിക്ക് കേരള പവർ ടൂൾസ് ഡീലേഴ്സ് അസോസിയേഷൻ ആ മീറ്റിംഗിലാണെങ്കിലും വന്ന് പങ്കെടുത്ത ധാരാളം ആളുകൾ ഈരാറ്റുപേട്ടയ്ക്കും കോട്ടയം ജില്ലയ്ക്കും വെളിയിൽ നിന്നുള്ള ആളുകളാണ്. എറണാകുളം, തിരുവനന്തപുരം, മലബാർ മേഖലയിലൊക്കെ ഇന്ന് തന്നെ നടന്ന 3 കൂട്ടായ്മകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെയൊക്കെ ഈരാറ്റുപേട്ടയെ കുറിച്ച് പറയുന്ന നല്ല പേരുകൾ വാസ്തവത്തിൽ അതൊരു വലിയ നന്മയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടീം വർക്കും ഒത്തൊരുമയും നന്നായി പബ്ലിസിറ്റി ചെയ്യാൻ പരമാവധി ശ്രമിച്ചു. ആ ഒരു കൂട്ടായ്മയും ഒക്കെ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിച്ച ആളുകൾക്ക് സഹായം എത്തിക്കാൻ നമുക്ക് നല്ലൊരു കോർഡിനേഷൻ നഗരസഭയ്ക്ക് നടത്താൻ സാധിച്ചു എന്നുള്ള വലിയ കാര്യമാണ്. ഞാനെപ്പോഴും പറയും, നഗരസഭയെ സംബന്ധിച്ചായാലും ചെയർമാൻ്റെ ഒരു കോർഡിനേഷൻ മാത്രമാണ് നമ്മൾ നടത്തിയത്. ശാരീരികമായി അധ്വാനിച്ച ഒരുപാട് ജനപ്രതിനിധികൾ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ, ഞാനിപ്പോൾ ഒരു മുനിസിപ്പൽ ചെയർമാൻ അല്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും മൂലയിൽ എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുത്ത് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ഒരു സ്പേസ് കണ്ടെത്തി പോകുന്നതല്ലാതെ, പക്ഷേ ഇതൊന്നുമില്ലാതെ ഒരു സംഘടനാ ഭാരവാഹിത്വവും ഓരോ ജനപ്രതിനിധി പോലുമല്ലാതെ നൂറുകണക്കിന് യുവാക്കൾ ഈരാറ്റുപേട്ടയിൽ അവർ ചെയ്ത സേവനമാണ് ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നത്. അവർക്കൊരു ഉത്തരവാദിത്വമില്ല. ഏതെങ്കിലും സംഘടനയുടെ ഭാരവാഹികളല്ല, ഒരിക്കലും ജനപ്രതിനിധികൾ പോലും ആയിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ ഈ പുനരധിവാസത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടത്. അപ്പോൾ അവരെല്ലാമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് വെച്ചാൽ ജനപ്രതിനിധികൾ മാറി മാറി വരും. പക്ഷേ ഇത്തരത്തിൽ സന്നദ്ധരായിട്ടുള്ള ഒരുപറ്റ യുവാക്കളുടെ നിര ഉള്ള നാടാണ് ഈരാറ്റുപേട്ട. അപ്പോൾ ആ നിലയിൽ അത് നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകണം. PGA-യുടെ പ്രവർത്തനങ്ങൾ ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് നന്നായി നടക്കുന്നുവെന്നറിയുന്നു. നഗരസഭയുമായി ബന്ധപ്പെട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ തുറന്ന മനസ്സോടുകൂടി നിങ്ങളോട് അറിയുകയാണ്. കാരണം നിരവധി പ്രവാസികളുള്ള നാടാണ് ഈരാറ്റുപേട്ട. എന്തുണ്ടെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നിശ്ചയമായും യാതൊരു സംശയമില്ല, ഏത് പ്രവർത്തനത്തിനും നമ്മൾ തയ്യാറാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.